വാർത്തകൾ തുടരുന്നു. ഉപ്പുതറ വില്ലേജിലെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡല കമ്മിറ്റി റവന്യൂ മന്ത്രി AP അനിൽകുമാറിന് നിവേദനം നൽകി. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൻ വെട്ടിക്കാട്ടിൽ പറഞ്ഞു. ഉപ്പുതറ വില്ലേജിൽ രാജമാണിക്യൻ റിപ്പോർട്ട് വന്നതോടെയാണ് ഭൂമി പ്രശ്നം ഉടലെടുത്തത്. 338 സർവേ നമ്പറിൽപ്പെട്ട ഭൂമി ഉൾപ്പെടെ കര അടയ്ക്കാനോ ഭൂമിയുടെ രേഖ ലഭിക്കുന്നതിനോ കർഷകർക്ക് ഈ റിപ്പോർട്ട് തിരിച്ചടിയായി. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ചിലർക്ക് പ്രശ്ന പരിഹാരം ഉണ്ടായെങ്കിലും പൂർണ്ണ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതിന് പിന്നാലെയാണ് പെരിയാർ കയ്യേറി നിർമ്മാണം നടത്തിയിട്ടുള്ള പ്രശ്നം ഉടലെടുത്തത്. 189 അനധികൃത നിർമ്മിതികളാണ് റവന്യൂ വകുപ്പിന്റെ ലിസ്റ്റിലുള്ളത്. ഉപ്പുതറ വില്ലേജിൽ ഇതോടെ ഭൂമി പ്രശ്നം സങ്കീർണമായി മാറുകയും ചെയ്തു. ഇതിനെല്ലാം പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡല കമ്മിറ്റി മന്ത്രി AP അനിൽകുമാറിനെ സമീപിച്ചത്. പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റവന്യൂ മിനിസ്റ്റർ ഇന്ന് ഉപ്പുതറ മണ്ഡലത്തിന്റെ നിവേദനം അദ്ദേഹത്തിന് സമർപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അടിയന്തരമായിട്ട് മിനിസ്റ്റർ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ കണ്ടെത്തും എന്ന് അദ്ദേഹത്തിന്റെ ഉറപ്പ് നിലവിൽ കിട്ടിയിട്ടുണ്ട്. 338 അടക്കമുള്ള കരം സ്വീകരിക്കാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പോക്കുവരവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതെല്ലാം അദ്ദേഹത്തെ കണ്ട് ധരിപ്പിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉടൻ തന്നെ ശാശ്വത പരിഹാരം ഉണ്ടാവുന്ന ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. നിവേദനം സ്വീകരിച്ച മന്ത്രി പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിച്ചു. ഒരു നിർമ്മിതിയും ഒഴിപ്പിക്കില്ലെന്നും രാജമാണിക്യൻ റിപ്പോർട്ടിൽ ഉണ്ടായ തടസ്സം നീക്കുമെന്നും നിവേദക സംഘത്തിൽ ഉറപ്പു നൽകി. എന്നാൽ പെരിയാറും റോഡും കയ്യേറി നിർമ്മിച്ച വൻകിട നിർമ്മിതികൾക്കെതിരെയുള്ള പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിവേദക സംഘത്തെ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.